ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് അതിജീവിത ഹൈക്കോടതിയിൽ. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കെ അതിജീവിതയുടെ മറുപടി സത്യവാങ്മൂലമാണ് കോടതിയിലെത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരനായ ലൈംഗിക കുറ്റവാളിയാണെന്നും ഗർഭിണിയായിരിക്കെ മൃഗീയമായി പീഡിപ്പിച്ചുവെന്നും മറുപടി സത്യവാങ്മൂലത്തിലുണ്ട്. മുൻകൂർ ജാമ്യം നിഷേധിച്ച തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ രാഹുൽ നൽകിയ അപ്പീലാണ് സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത്. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ അറസ്റ്റിലായ വിവരമടക്കം മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ വിശദമായ റിപ്പോർട്ടായി നൽകുകയും ചെയ്യും. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതണം, അല്ലേ? ഇതിനിടയിലാണ് തടസ്സവാദങ്ങൾ അതിജീവിതയുടെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇന്ന് എത്ര കണ്ട് നിർണായകമാണ് കോടതിയിലെ നീക്കങ്ങൾ? സജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നടപടികൾ എന്ന് പറയുന്നത്. കാരണം ഈ കേസിൽ ആദ്യ ബലാത്സംഗ കേസിൽ ഇതുവരെ ഈ കേസ് പരിഗണിച്ച് ഇതിന് തീരുമാനമാകും വരെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല, അറസ്റ്റ് ചെയ്യരുത് എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരുന്നത്. എന്നാൽ അതിനുശേഷം പിന്നീട് കേസുകൾ ഇയാൾക്കെതിരെ ഉയർന്നു വരികയും ഇയാൾ പിന്നീട് മൂന്നാം ബലാത്സംഗ കേസിൽ ഇയാൾ അറസ്റ്റിലാവുകയും ചെയ്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതെല്ലാം തന്നെ അതിജീവിത ഇപ്പോൾ ഒന്നാം കേസിൽ തന്നെ അതിജീവിത ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ തനിക്ക് ഇയാളിൽ നിന്ന് നേരിടേണ്ടി വന്നിരുന്ന കൊടിയ പീഡനങ്ങളടക്കം ഇതിൽ വ്യക്തമാക്കുന്നു. താൻ ഗർഭിണിയായിരിക്കുമ്പോൾ പോലും ഇയാൾ തന്നെ ശാരീരികമായ അടക്കം വളരെയേറെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അത് മാത്രവുമല്ല, നിരവധിയായ പരാതികൾ ഇയാൾക്കെതിരെ നിലനിൽക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി മുൻപാകെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ കോടതിയിൽ പരിഗണിക്കപ്പെടുമ്പോൾ ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിക്കപ്പെടുമ്പോൾ ഉയർന്നു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സത്യവാങ്മൂലവും അതോടൊപ്പം തന്നെ മൂന്നാം ബലാത്സംഗ കേസിൽ നടന്നിരിക്കുന്ന അറസ്റ്റും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഒന്നാം കേസിനെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കപ്പെടുമ്പോൾ അതിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വാദങ്ങളായിട്ട് ഉയർന്നു വരാൻ തന്നെയാണ് സാധ്യത. കോടതി ഇതെല്ലാം തന്നെ പരിഗണിക്കുകയും ചെയ്യുന്നു. കാരണം ആദ്യ കേസ് പരിഗണിക്കുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. ഒപ്പം തന്നെയും അതിജീവിതയുടെ ഈ സത്യവാങ്മൂലത്തിൽ അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഒപ്പം തന്നെ അവർക്ക് നേരിടേണ്ടി വരുന്ന വൈഷമ്യങ്ങൾ, ഇതെല്ലാം തന്നെ പ്രതിപാദിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കോടതിയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നടപടികൾ ഉണ്ടാകാൻ തന്നെയാണ് സ്വാഭാവികമായും ആ ഒരു സാധ്യത നിലനിൽക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ഈ കേസിൽ രാഹുലിന് തിരിച്ചടി ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അത് മറ്റൊരു അറസ്റ്റിലേക്ക്, ആദ്യത്തെ കേസിലെ അറസ്റ്റിലേക്ക് തന്നെ നീങ്ങാൻ തന്നെയാണ് പിന്നെ സാധ്യതകൾ അവശേഷിക്കുന്നത്. ഇത് രാഹുലിന് മുന്നോട്ടുള്ള പോക്കിലെ കേസുകളിൽ എല്ലാം തന്നെ വലിയ തിരിച്ചടിയാവും ഉണ്ടാവുക. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ വിഷയത്തിൽ അതാണ് കോടതിയിൽ സംഭവിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.